പക്ഷേ എന്നാൽ പോലും വാക്സിൻ എടുത്തില്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ രോഗങ്ങൾ മൂർച്ഛിക്കുകയും അവർ മരിച്ചു പോകാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് 65 വയസ്സിൽ കൂടുതലുള്ളവർ ഈ വാക്സിൻ എടുക്കണം. ഇപ്പോൾ കോവിഡിനെതിരെയുള്ള വാക്സിൻ, പുതിയ വാക്സിൻ എടുക്കണമെന്നാണ് CDC ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അതിൽ താഴെയുള്ളവർ എടുക്കണമെങ്കിൽ പിന്നെ ഗുരുതരമായ രോഗങ്ങളുള്ളവർക്ക് എടുക്കാം. അല്ലെങ്കിൽ പിന്നെ വേറുള്ളവർക്ക് എടുക്കണമെങ്കിൽ, ഒരു 30 വയസ്സുള്ള ഒരാൾക്ക് എടുക്കണമെങ്കിൽ, കാര്യമായ പ്രശ്നമൊന്നുമില്ലാത്ത ആൾക്ക് എടുക്കണമെങ്കിൽ ഡോക്ടറുടെ കുറിപ്പടി വേണം, എന്നാലേ അതെടുക്കാൻ പറ്റൂ എന്നാണ് ഇപ്പോൾ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വാക്സിനെതിരെ ഒരു പോരാട്ടം നടക്കുന്നു. അപ്പോൾ വാക്സിൻ്റെ കാര്യത്തിൽ കുറച്ച് ദുരുപയോഗം നടന്നിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. ഈ മെഡിക്കൽ കമ്പനികളെല്ലാം ഈ രോഗങ്ങൾക്ക് വാക്സിൻ പിന്നെ പിന്നെ ഉള്ളതും ഇല്ലാത്തതുമായ വാക്സിൻ കണ്ടെത്തി ആളുകളെല്ലാം പേടിപ്പിച്ച് എല്ലാവരെ കൊണ്ടും വാക്സിൻ എടുപ്പിച്ച് അവർ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കോവിഡിൻ്റെ കാര്യത്തിൽ തന്നെയാണെങ്കിലും മെഡിക്കൽ കമ്പനികളാണ് പണം ഉണ്ടാക്കിയത്. അവരെല്ലാം ഇഷ്ടംപോലെ പണമുണ്ടാക്കി. ഈ പിന്നെ വാക്സിൻ കണ്ടുപിടിച്ചത് കൊണ്ടും കണ്ടുപിടിച്ച ശേഷം ഇത് ആളുകൾക്ക് കൊടുത്തുകൊണ്ടും അതുപോലെ ധാരാളം പണം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ വാക്സിൻ ഇല്ലായിരുന്നുവെങ്കിൽ കോവിഡിൻ്റെ ഭീതി ഇന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുമായിരുന്നു. ഇന്നും ഭൂമുഖത്ത് ആ കോവിഡ് ഭീതി നിലനിൽക്കുമായിരുന്നു. ഈ വസൂരിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ആളുകൾ പേടിച്ച് ജീവിച്ചിരുന്നത് പോലെ. അപ്പോൾ അത്രയും ആ കാലമൊക്കെ ഇല്ലാതാക്കിയത് ഈ വാക്സിനും അതുപോലുള്ള കണ്ടുപിടുത്തങ്ങളുമാണ്. അപ്പോൾ അതിൽ തെറ്റുകളും മോശങ്ങളും ഉണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായിട്ട് തന്നെ അത് കണ്ടെത്തുകയും പരിഷ്കരിക്കുകയും പിന്നെ ശാസ്ത്രീയമായി തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണം. അല്ലാതെ നമ്മളതൊരു പെട്ടെന്ന് ഈ മാറ്റം മറിച്ചിലുകളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പ്രസക്തി മനസ്സിലാവുന്നില്ല. ഇപ്പോൾ തന്നെ മീസിൽസ്, 5ാം പനി നമ്മുടെ നാട്ടിൽ പറയുന്ന വളരെ ചെറിയൊരു രോഗമാണ്. പക്ഷേ കുട്ടികൾക്കത് ഉണ്ടാവുന്നു. അത് കുത്തിവയ്പ്പെടുത്താൽ ഉണ്ടാവില്ല. കുത്തിവയ്പ്പെടുക്കാൻ മടിക്കുന്നവരിലാണ് അത് ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് യഹൂദവംശജരൊന്നും കുത്തിവയ്പ്പെടുക്കാറില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് അവരിലാണ് ഇത് കൂടുതലായിട്ടും രോഗം പിന്നെ മീസിൽസ് ഉണ്ടാവുന്നത്. അത് മറ്റുള്ളവർക്കും പടരുന്നു, മറ്റു സമൂഹങ്ങളിലും പടരുന്ന സ്ഥിതി വരുന്നു. അപ്പം ഈ പിന്നെ വാക്സിനൊക്കെ എടുത്താൽ അത് ഒരു പരിധിയല്ല, മിക്കവാറും എല്ലാം തടയാൻ കഴിയുമെന്നാണ് പിന്നെ നമ്മൾ കരുതുന്നത്. അപ്പോൾ ആ ഒരവസ്ഥയിലാണ് ഇങ്ങനെ ശാസ്ത്രത്തിനെതിരായ ചില നീക്കങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. അത് ഖേദകരമാണ്. ശാസ്ത്രീയ കാര്യങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അമേരിക്ക ശാസ്ത്രത്തെ തന്നെ പഴിക്കുന്നതും സംശയിക്കുന്നതുമായ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ഇനി ഏതെങ്കിലും വാക്സിൻ ശരിയല്ല, ഗുണമില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ദോഷഫലം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായി അത് കണ്ടെത്തുകയും അത് ഒഴിവാക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയണം. അതാണ് വേണ്ടത്. അത് പാടെ ഒഴിവാക്കുന്ന സ്ഥിതി എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അതിന് RFK ജൂനിയറാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹം രാജിവെക്കണം, അല്ലെ പുറത്താക്കണമെന്നാണ് ജോലിക്കാർ തന്നെ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇത് സുപ്രധാനമായ ഒരു കാര്യമാണെന്നുള്ളതിന് തർക്കമില്ല.